ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. യാത്ര എന്ന് പറയുമ്പം നമ്മുടെ സ്ഥിരം ജീവിതത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുന്ന യാത്ര. ലൈഫ് ഭയങ്കരമായിട്ട് ഓവർവെൽമിങ് ആവുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമല്ലേ. അങ്ങനെ എൻ്റെ ലൈഫ് ഭയങ്കര ഓവർവെൽമിങ്ങും അതെൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാനും തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ നാടും വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ഞാൻ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരുടെ കൂടെ പോയി കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജീവിതമല്ലേ, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കും. അപ്പം അതിനെയൊക്കെ നേരിടാൻ നമുക്കൊരു മനോധൈര്യമൊക്കെ വേണ്ടേ. അപ്പം അതിനിങ്ങനെ ഒരു ബ്രേക്ക് സഹായിക്കും എന്നാണ് ഞാൻ പറയുന്നത്. രാത്രി 10 മണിക്ക് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറി 11:30 ആകുമ്പോൾ ബാംഗ്ലൂർ എത്തി. അവിടെ ഒരു 4 മണിക്കൂർ ലേ ഓവറും കഴിഞ്ഞ് പുലർച്ചെ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി രാവിലെ ഒരു 7 മണിക്ക് ആയപ്പോഴാണ് ഞാൻ ഡൽഹി എയർപോർട്ടിലെത്തുന്നത്. എൻ്റെ മിക്ക ഫ്ലൈറ്റ് യാത്രകളിലും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ കമ്പനി ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവാവും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ആംഗിളാണിത്. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ചുമ്മാ ബോറടിച്ചപ്പോൾ ചെയ്താട്ടോ. എയർപോർട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ 2 ഫ്രണ്ട്സും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പായിരുന്നു അത്. പിന്നെ ഫ്രണ്ട്സിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഡൽഹി വിശേഷങ്ങൾ നമുക്ക് ഉടനെ കാണാം.